പ്രജിത, ഒടുവിൽ CPM പറയേണ്ടത് പറഞ്ഞു. CPM എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. പറയാതെ പലതും പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് മൂടി വെച്ച് തകിടം മറിഞ്ഞ് കരണം മറിഞ്ഞ് അങ്ങനെ നാട്ടിലുള്ള സകല അഭ്യാസങ്ങളും കളിച്ച ശേഷമാണ് ഒടുവിൽ CPM ഇത് പറഞ്ഞത്. പറഞ്ഞു വരുന്നത് ശബരിമല വിഷയത്തെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നതെന്ന് ഇവിടുത്തെ ഭക്തന്മാർക്ക് മുഴുവൻ അറിയാം, അല്ലാത്തവർക്ക് അറിയാം, നാട്ടുകാർക്ക് മുഴുവൻ, അഖില ലോക മനുഷ്യർക്ക് മുഴുവൻ അറിയാം. പക്ഷെ ആ അറിയാവുന്ന കാര്യം അറിയില്ല എന്നാണ് ഇപ്പോൾ CPM പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താ? ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തോട്ടെ, പത്മകുമാറിനെയോ വാസുവിനെയോ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തോട്ടെ, എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചെയ്തോട്ടെ എന്ന് ഒരു സ്വകാര്യ ചാനലിന് സഖാവ് ഗോവിന്ദൻ മാഷ് നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞത്. അത് വളരെ എന്താ പറയാ, ധാർഷ്ട്യത്തോടെയാണ് ഗോവിന്ദൻ മാഷിന്റെ വാക്കുകൾ. പാവം ഗോവിന്ദൻ മാഷ് എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള ഒരാളാണ്. എങ്കിലും മാഷിയുടെ നാവ് ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അത്ഭുതം തോന്നുന്നുണ്ട് സത്യത്തിൽ. എന്താ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സ്വാഭാവികമായിട്ടും ആ നാക്ക് സംസാരിച്ചത് മുഖ്യമന്ത്രി പിണറായിക്ക് വേണ്ടിയിട്ടാകാനാണ്, അതായത് പാർട്ടിക്ക് വേണ്ടിയിട്ടാകാനാണ്. എന്തായാലും ഇത് പറയുമ്പോഴേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പത്മകുമാറിനെ ഈ പറയുന്നത് പോലെ പിലോത്താസിന്റെ പോലെ കൈ കഴുകി എന്നുള്ളത് തന്നെയാണ്. ആ കൈ കഴുകുന്നതിന് പിന്നിൽ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും. അതായത് പത്മകുമാറിനെ കൈവിട്ടാലും പാർട്ടിക്ക് ഒന്നും ഭയപ്പെടാനില്ല എന്നുള്ളൊരു അങ്ങനെ ഒരു സോഴ്സ് CPM കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കില്ലേ തന്നെയാ? തീർച്ചയായിട്ടും ഇതില് ഇപ്പോ റോബിൻ സാർ പറഞ്ഞതുപോലെ പാർട്ടി ഇടയ്ക്കിടയ്ക്കൊരു തീരുമാനങ്ങൾ എടുക്കും. ഇതുപോലെ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പങ്കില്ല, അത് പാർട്ടി അത് പറയുന്നുണ്ട് എങ്കിൽ അതിനു മുൻപ് ഒരുപാട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടാകും. അതിന്റെ പൂർണ്ണമായ വിവരം പാർട്ടി കൃത്യമായി ചർച്ച ചെയ്തിട്ടാണ് ഗോവിന്ദൻ മാഷിന്റെ നാവിലൂടെ അത് വന്നത്. പിണറായി വിജയന്റെ വാക്കുകളാണ്, ഗോവിന്ദൻ മാഷ് അല്ല പറയുന്നത്, അത് പിണറായി വിജയൻ പറയുന്ന വാക്കുകളാണ്. ഞങ്ങൾക്ക് ഭയമില്ല, ശബരിമലയിലെ സ്വർണം ഞങ്ങൾ കൈകൊണ്ട് തൊട്ടിട്ടില്ല, നിങ്ങൾ വാസുവിനെ കൊണ്ടുപോയി ഇടിച്ച് പിഴിഞ്ഞ് ചോദ്യം ചെയ്തോ, അത് ഞങ്ങളുടെ വിഷയമല്ല. നിങ്ങൾ പത്മകുമാറിനെ പിടിച്ചോണ്ട് പോ, ചോദ്യം ചെയ്തോ, സൂചി കുത്തിയോ അല്ലെങ്കിൽ ഉറക്കമില്ലാതെ നിർത്തിയോ തലകീഴായി കെട്ടി തൂക്കിയോ എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചെയ്തോ, കോടതി ഇടപെട്ടോ, ഞങ്ങൾക്ക് വിഷയമില്ല. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞു തരാം. ഞങ്ങൾക്കോ ഞങ്ങളുടെ പാർട്ടിക്കോ ഇതിൽ ബന്ധമില്ല. അതായത് വാസുവിനെയും പത്മകുമാറിനെയും പിടിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ കൃത്യമായി പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് പാഠങ്ങൾ. എന്തെങ്കിലും പാർട്ടിക്കെതിരായി സംസാരിച്ചാൽ വാസുവിനെയും പത്മകുമാറിനും എതിരെയുള്ള കാര്യങ്ങൾ പുറം ലോകത്ത് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ CPM കയ്യിലുണ്ട്. അത് രഹസ്യമായ പരസ്യമാണ്. അത് പത്മകുമാറിനും അറിയാം, വാസുവിനും അറിയാം, ഇനി അറസ്റ്റിലാകാൻ പോകുന്ന പലർക്കും അറിയാം. മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ഇതിൽ ആരോപണ വിധേയരായവരാണ്. കാരണം കടകംപള്ളി തന്നെ ഒരു മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, 2019 ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് തന്നെയാണ് ഇത് നടന്നത്. അദ്ദേഹം തുറന്നു പറഞ്ഞ കാര്യമാണ്, രഹസ്യമാക്കിയല്ല, അദ്ദേഹം പരസ്യമാക്കി പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളൊരു കള്ളം ചെയ്തെങ്കിലും നമ്മളത് ചെയ്തില്ല എന്ന് നമുക്ക് പറയാനുള്ള ധൈര്യം എങ്ങനെയാണ് കിട്ടുന്നത്? ആ കള്ളം മറ്റൊരാൾ കണ്ടാൽ അയാൾ അത് പറയാതിരിക്കാനുള്ള എന്തോ സംഭവം നമ്മുടെ കയ്യിലുണ്ട് അയാളുടേത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അയാൾ അത് പറയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ട്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഇതില് കമ്മ്യൂണിക്കേഷനിൽ ഒരു തിയറി ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്. ഒരു കാര്യം നമ്മൾ പറഞ്ഞ് ഏഴാമത്തെ ആളുടെ കയ്യിലേക്ക് എത്തുമ്പോഴേക്കും ആ കാര്യമേ മാറിപ്പോകും. ആ കാര്യം തന്നെ മാറ്റാൻ പറ്റും. ഇപ്പൊ ജർമ്മനിയിൽ 2ാം ലോക മഹായുദ്ധ കാലത്ത് ഹിറ്റ്ലറുടെ നാവായി പ്രവർത്തിച്ചിരുന്ന, ലോകത്തിൽ ഇതിന്റെയൊക്കെ ഉദാത്തമായ ഉദാഹരണം എന്ന് വേണമെങ്കിൽ പറയാം. ഉദാത്തം എന്നുള്ള വാക്ക് പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ്. അയാളുടെ പേര് ഗീബൽസ് എന്നാണ്. ഗീബൽസിയൻ നുണ എന്ന വാക്കുണ്ടായത് തന്നെ അങ്ങനെയാണ്, ലോകത്ത് അത് ഉണ്ടായത്. ഗീബൽസിന്റെ പരിപാടി എന്തായിരുന്നു? എന്തെല്ലാം ഉണ്ടെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും അത് സത്യമായിട്ട് നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കും. പറയുന്നത് സത്യമാണെന്ന നിലയ്ക്കാണ് നുണ പറയുന്നത്. നമ്മുടെ അശ്വത്ഥാത്മാവ് മരിച്ചു എന്ന് പറഞ്ഞ മഹാഭാരതത്തിൽ ഒരു വലിയ ചിത്രമുണ്ട്. അശ്വത്ഥാത്മാവ് ആനയാണെന്ന് പതുക്കെയാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഗോവിന്ദൻ മാഷും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് അസാമാന്യമായ, ഞാൻ ഇതിന് നടുവിൽ ജനിച്ചു വളർന്ന, മലബാറിൽ നടുവിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഞാനത് കറകളഞ്ഞ ആശയങ്ങളുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു വലിയ നേതാവിന്റെ മരുമകനാണ് ഞാൻ. വിശ്വസിച്ചിരുന്ന അല്ല, അദ്ദേഹം ഇപ്പൊ ഇല്ല. ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരുമകനാണ് ഞാൻ. ഈ പറയുന്ന സഖാവ് പിണറായിയും ഗോവിന്ദൻ മാഷും ഒക്കെ വളരെ അടുപ്പമുള്ള ഒരു സഖാവ്. വല്ലപ്പോഴും 6 മാസത്തിലൊരിക്കൽ ആ വീട്ടിൽ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ ഞാനിവരെല്ലാം വളരെ ചെറുപ്പം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ്. ആ കണ്ട ആളുകളല്ല ഇന്ന് കാണുന്ന ആളുകൾ. മനസ്സിലായില്ലേ? അന്ന് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, പക്ഷെ ഇന്ന് കോർപ്പറേറ്റുകളായിട്ട് മാറി. എങ്ങനെയാണ് പ്രജിത ഇങ്ങനെ നുണ പറയാൻ പറ്റുക? ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞങ്ങൾ ഇങ്ങനെ ധാർഷ്ട്യമാണ്.
ധാർഷ്ട്യം. അതാണ് പറഞ്ഞത്, അല്ല, അതിപ്പോ- അസാമാന്യ തൊലിക്കെട്ട്. അല്ല, അതിപ്പോ പിണറായി വിജയന്റെ മകളുടെ കേസിൽ ഇന്ന് അറസ്റ്റിലാവും നാളെ അറസ്റ്റിലാവും എന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോഴും ഇതേ ഗോവിന്ദൻ മാഷ് പറഞ്ഞു ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങളുടെ അത് പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങളുടെ മടിയിൽ കനമില്ല, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമില്ല. മകളെ ആരെങ്കിലും തൊട്ടോ? ഇല്ല. ലാവ്ലിൻ കേസിൽ 38 തവണയാണ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ഒരു കേസ് 38 തവണ മാറ്റിവെക്കുന്നത്. പിണറായി വിജയൻ എന്തെങ്കിലും സംഭവിച്ചോ? കേന്ദ്രവും പിണറായിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് പറയുന്നു. എന്തോ ആവട്ടെ, ഒന്നും സംഭവിച്ചില്ല. മകന്റെ പേരിൽ സമൻസ് വന്നു. ലാവ്ലിൻ കമ്പനി മകനെ വിദ്യാഭ്യാസത്തിന് സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമൻസ് അയച്ചു. 2023 2022 സമൻസ് അയച്ചു. ആ കേസിൽ എന്തെങ്കിലും തരത്തിൽ പാർട്ടി ഇടപെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പാർട്ടി ഇപ്പോ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യം വന്നപ്പോൾ കോടിയേരി സ്വമേധയാ സ്ഥാനം മാറി, എന്റെ മകന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കേസ് വന്നു, ഞാൻ അതുകൊണ്ട് ഈ സ്ഥാനം മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനം മാറി നിന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷെ ഇത്രയും ആരോപണങ്ങൾ മരുമകന്റെ പേരിൽ, മകളുടെ പേരിൽ, മകന്റെ പേരിൽ ഒക്കെ ആരോപണം, ക്ലിഫ് ഹൗസിന്റെ തറ നന്നാക്കുന്നതിൽ വരെ അഴിമതി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് വരെ ഇവിടെ കാര്യങ്ങൾ വന്നിട്ടും പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്ന് മാറിയോ? പിണറായി വിജയന്റെ ധാർഷ്ട്യോ അഹങ്കാരം ഒന്നും മാറിയിട്ടില്ല. കോടിയേരി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കുറച്ചൊന്ന് അഡ്വൈസ് ചെയ്തേ. തീർച്ചയായിട്ടും. അല്ല, കോടിയേരി ഉണ്ടായിരുന്ന സമയത്ത് പാർട്ടി ഇത്രയും ആളുകളുടെ മുന്നിൽ ഭരണവിരുദ്ധമായ ഒരു പാർട്ടി ആയിരുന്നില്ല, ജനവിരുദ്ധമായ ഒരു പാർട്ടി ആയിരുന്നില്ല. മാനേജ് ചെയ്യാൻ അറിയാം, അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ അതില്ല, ഗോവിന്ദൻ മാഷിന് ആ കഴിവില്ല. ഗോവിന്ദൻ മാഷ് വെറും പിണറായി വിജയന്റെ ചട്ടുകോ നാക്കും മാത്രമാണ്. ഗോവിന്ദൻ മാഷ് ഒരു പാവം ആളാണ്. ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുന്ന, അല്ല, മാഷിന് ചിന്തിക്കാൻ പറ്റുന്ന, അതുകൊണ്ട് വഴിയില്ല. അല്ല, മാഷിന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പം ട്രെയിനിൽ കൊണ്ടുവന്നാൽ, കേരളയിൽ വന്നാൽ അപ്പം ചൂടോടെ കൊണ്ടുവന്ന് വിൽക്കാം. ഒരു സംസ്ഥാന സെക്രട്ടറി പറയുന്ന കാര്യമാണ്. മാഷിന് ഇത്രയൊക്കെ ചിന്തിക്കാനുള്ള കഴിവേ ആ പാവത്താനുള്ളൂ. നമ്മൾ പരിഹസിച്ച് പറയുന്നതിൽ അദ്ദേഹം അത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ചിന്തിക്കുക അങ്ങനെയാണ്. കുടുംബശ്രീ പെണ്ണുങ്ങൾക്ക് കേരളയിൽ വന്നാലുള്ള ഉപയോഗം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, കുടുംബശ്രീ പെണ്ണുങ്ങൾക്ക് അപ്പം ചുട്ടുകൊണ്ട് വന്ന് ഇവിടെ വിൽക്കാം, ചൂടോടെ അപ്പം കഴിക്കാം. ഇറങ്ങിയിട്ടില്ല. ഇതാണ് ഇപ്പൊ ഇ.പി. ജയരാജനെ നമ്മൾ കാണുന്നില്ല, പി. ജയരാജനെ നമ്മൾ കാണുന്നില്ല. പിന്നെ പേര് കേട്ട എത്ര സഹാക്കന്മാരുണ്ട്. നമ്മൾ ആരെങ്കിലും പിണറായി വിജയൻ അപ്പുറം നമ്മൾ ഏതെങ്കിലും നേതാക്കന്മാരെ കുറിച്ച് ഇപ്പൊ സംസാരിക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ? ഇല്ല. ശബരിമല വിഷയം വരുമ്പോഴും ഇത് തന്നെയാണ് സംഭവം. നമ്മൾ കടകംപള്ളിയുടെ പേര് പറയുന്നു, അല്ലെങ്കിൽ വാസവന്റെ പേര് പറയുന്നു, ഇനി ബൈജുവിന്റെ പേര് പറയുന്നു, ജയശ്രീയുടെ പേര് പറയുന്നു, വാസുവിന്റെ പേര് പറയുന്നു, എല്ലാവരുടെ പേരും പറയുന്നു. എവിടെയെങ്കിലും പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയന്റെ പേര് ഇപ്പൊ നമ്മൾ ചിലപ്പോ തമ്പിടുന്ന കൂട്ടത്തിലിടും, ക്ലിഫ് ഹൗസിലേക്ക് ഇ.ഡി. പോകുന്നു. ഇതൊരു ക്ലീൻഷേ തമ്പ് മാത്രമാണ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ശബരിമലയിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് 100% ശരിയാണ്. സർക്കാരിനും പിന്നെ പിണറായി വിജയനും ശബരിമല വിഷയത്തിൽ ഒരു പോറന് പോലും ഏൽക്കാൻ പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ വാസവിനും പിന്നെ പത്മകുമാറിനും കിട്ടേണ്ടത് 28ന്റെ 58ന്റെ പണിയായി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം സ്വർണം ചെമ്പെന്ന് എഴുതിയത് ഇവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടാണ്. അവർക്ക് പണി കിട്ടിയതിന്റെ അർത്ഥം എന്താണ്? ജനം എന്താ വിശ്വസിക്കേണ്ടത്? വിശ്വസിക്കേണ്ടത് അത് പാർട്ടി പറഞ്ഞിട്ടായിരിക്കും. സ്വാഭാവികം പാർട്ടി അറിയാതെ ഈ കേസ് തീരും, അത്രേ ഉള്ളൂ. ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നത് ഇന്നലെ ഞാൻ രാവിലെ പത്രവും മീഡിയ കാണുമ്പോഴാണ് ശബരിമലയിൽ നമ്മളത് ഞാൻ മാഷുമായിട്ടിരുന്നിട്ട് വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. വളരെ അപൂർവമായിട്ട് ഇത്തരം വീഡിയോകളിൽ ഞാൻ ഇരിക്കാറുള്ളൂ. അതിനെ നിരീക്ഷിച്ച് അങ്ങനെ വെച്ചാൽ ഇത്തവണ ശബരിമലയിൽ വരുമാനം കുത്തനെ കുറയാൻ സാധ്യതയുണ്ടെന്നാണ്. എന്തായാലും നമ്മുടെ അയ്യപ്പൻ കാത്തു. ഇവിടുത്തെ ഭക്തരാണോ എനിക്കറിയില്ല, പുറത്തുള്ള ഭക്തരാണോ, എന്നാലും പുറത്തുള്ളതാണ് ഏറ്റവും കൂടുതൽ ഒഴുക്കുണ്ടത്. അവരെ ഒന്നും അത് പിന്തിരിച്ചിട്ടില്ല, ആ അട്രാക്ഷൻ കുറഞ്ഞിട്ടില്ല, അവരുടെ ഭക്തി കുറഞ്ഞിട്ടില്ല. അവർ അതിശക്തമായ രീതിയിൽ ഒട്ടും ഭക്തിക്ക് ഒരു കളങ്കവും ചാർത്താതെ പൂർണ്ണമായ സമർപ്പണത്തോടെയാണ് അവരൊക്കെ വന്നിട്ടുള്ളത്. എന്നിട്ടും ഇവർക്കത് കാണാൻ കഴിയുന്നില്ല. ഇനിയും ഇപ്പോഴും വീണ്ടും അവർ പദ്ധതികൾ തയ്യാറാക്കും. പക്ഷെ നമുക്ക് ഇതിൽ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ടി.പി. ചന്ദ്രശേഖർ അറിയായിരിക്കും മാഷിനെ. 52 വെട്ടി വികൃതമാക്കി കൊലപ്പെടുത്തിയ ഒരു മനുഷ്യനാണ്. ആരാണ് അതിന്റെ പിന്നിലെന്നും എന്തിനാണ് അത് ചെയ്തതെന്നും കേരളക്കരയിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. പക്ഷെ ചെയ്തവരും ചെയ്യിപ്പിച്ചവരും ഒക്കെ സുഖലോലുപരായി വാഴുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല പാർട്ടിക്കും, പാർട്ടിയുടെ പിന്നിൽ നിന്നവർക്കും മുന്നിൽ നിന്നവർക്കും കൊട്ടേഷൻ കൊടുത്തവർക്കും ആർക്കും. കുറച്ചാളുകൾ ജയിലിൽ കിടക്കുന്നു, പണം വാങ്ങിക്കൊണ്ട് കുറെ പേർ. അത് തന്നെയാണ് ഈ വിഷയം വെച്ച് ഞാനൊരു സിനിമ ചെയ്ത ആളാണ്. 25-26 വർഷം മുമ്പ് കണ്ണൂർ എന്ന് പറഞ്ഞ സിനിമ, പാർട്ടി ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച സിനിമ ചെയ്ത ആളാണ്. അപ്പോൾ എനിക്കത് നന്നായിട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് അറിയാം. ഞാൻ അന്ന് സഖാവ് പുഷ്പന്റെ വീട്ടിലടക്കമുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ഒരാളാണ്. അന്ന് ഈ വെട്ടേറ്റ് കിടക്കുന്ന ഈ മനുഷ്യരെ മുഴുവൻ ഞാൻ കണ്ട ആളാണ്. അപ്പം പാർട്ടി അവരെ പിന്നീട് എങ്ങനെയാണ് അവരെ വിറ്റത്, അവരെ ഉപയോഗിച്ചതെന്ന് ഞാൻ കണ്ടത്. അന്ന് സംരക്ഷിക്കുക എന്ന ഒരു ലേബലിലായിരുന്നു നമ്മളത് വിശ്വസിച്ചിട്ടുണ്ട്, നമ്മളത് സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെയായിരുന്നു പാർട്ടി അവരെ കൃത്യമായി ഉപയോഗിച്ചത്
എൻ്റെ കൂടെയുള്ള എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള കൂത്തുപറമ്പ്, കണ്ണൂർ ഭാഗത്തുള്ള, തലശ്ശേരി ഭാഗങ്ങളിലുള്ള അടിയുറച്ച സഹാക്കന്മാർ എന്ന് പറഞ്ഞാൽ എന്തായാലും ഇലക്ഷൻ വരുമ്പോൾ, ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിശ്ചിതമായി പാർട്ടി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പേരൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അത്രയ്ക്കും പ്രോമിനന്റ് ആയിട്ടുള്ള, അത്രയും പ്രശസ്തരായിട്ടുള്ള ആളുകൾ പറയുന്ന വിരുദ്ധത, അവർ പറയുന്ന പിണറായി വിജയനെ ചീത്ത വിളിക്കുന്ന വിളി കണ്ട അത് തെളിവാണ്, അത് സൈനാണത്. മനസ്സിലായോ? അതാണ് സൈൻ. അല്ല, ഇതിലിപ്പോ ലാസ്റ്റ് വരാൻ പോകുന്നത് പുഷ്പനെ അറിയാമോ, ഇവിടെ പപ്പനെ അറിയാമോ, വാസുവിനെ അറിയാമോ, ശബരിമലയിൽ വിഗ്രഹം കട്ട അല്ലെങ്കിൽ ശബരിമലയിൽ സ്വർണം കട്ട പപ്പനെയും വാസുവിനെ അറിയാമോ, ഈ ഒരു പാട്ടിലൂടെ പാർട്ടി ഇതെല്ലാം ശരിയാക്കിയെടുക്കും.